ഏവർക്കും ലേണിറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. LDC, LGS എന്നിവയ്ക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സാണിത്. അതുപോലെ തന്നെ നമ്മുടെ സൗജന്യ ക്ലാസ്സുകൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക. നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതാണ്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ചോദ്യം എന്താണ്? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ നോക്കാം. സലീം അലി, HN കുൻസ്രു, ഫസൽ അലി, KM പണിക്കർ. അപ്പോൾ എന്താണ് ചോദ്യം? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഫസൽ അലിയാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? നാഗ്പൂർ സമ്മേളനമാണ്. 1920 അപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? നാഗ്പൂർ സമ്മേളനമാണ്. 1920 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റ് അംഗങ്ങളാണ് ആരൊക്കെ? HN കുൻസ്രുവും KM പണിക്കരും. അപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? നാഗ്പൂർ സമ്മേളനമാണ്. 1920 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റംഗങ്ങൾ ആരൊക്കെയാണ്? HN കുൻസ്രുവും അതുപോലെ തന്നെ KM പണിക്കരുമാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? മാംഗനീസ് വ്യവസായമാണോ? ഇരുമ്പുരുക്ക് വ്യവസായമാണോ? ചെമ്പ് വ്യവസായം? ബോക്സൈറ്റ് വ്യവസായം? ഇതിനകത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഏതൊക്കെയാണ്? ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പ് കല്ല്, ഡോളമൈറ്റ് എന്നിവയാണ്. എന്തൊക്കെയാണ്? ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഏതൊക്കെയാണ്? ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പ് കല്ല്, അതുപോലെ തന്നെ ഏതാണ്? ഡോളമൈറ്റുമാണ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതു ഏതാണെന്ന് ചോദിച്ചാൽ അത് മാംഗനീസ് ആണ്. എന്താണ്? ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതു ഏതാണ്? അത് മാംഗനീസ് ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടോട്ട് രാജ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഭരണാധികാരി ആരാണ്? എന്താണ്? ബ്രിട്ടീഷ് രേഖകളിൽ എങ്ങനെയാണ് കൊട്ടോട്ട് രാജ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഭരണാധികാരി ആരാണ്? ഓപ്ഷൻ നോക്കാം. വേലുത്തമ്പി ദളവ, പഴശ്ശിരാജ, മാർത്താണ്ഡവർമ്മ, പാലിയത്തച്ചൻ. അപ്പം ബ്രിട്ടീഷ് രേഖകളിൽ എങ്ങനെയാണ് കൊട്ടോട്ട് രാജ അങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആരെയാണ്? പഴശ്ശിരാജയാണ്. ഒരു പ്രക്ഷോഭകാരിയാണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ സ്വാഭാവിക നേതാക്കളിൽ ഒരുവനും അക്കാരണത്താൽ പരാജിതനായ വെറുമൊരു ശത്രു എന്നതിലുപരി പരിഗണിക്കപ്പെടേണ്ടവനുമാകുന്നു. പഴശ്ശിരാജയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതാരാണ്? തോമസ് ഹാർവേ ബേബർ ആണ്. ആരാണ്? തോമസ് ഹാർവേ ബേബർ ആണ്. എന്താണ്? ഒരു പ്രക്ഷോഭകാരിയാണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ സ്വാഭാവിക നേതാക്കളിൽ ഒരുവനും അക്കാരണത്താൽ പരാജിതനായ വെറുമൊരു ശത്രു എന്നതിലുപരി പരിഗണിക്കപ്പെടേണ്ടവനുമാകുന്നു എന്ന് പഴശ്ശിരാജയെക്കുറിച്ച് പറഞ്ഞതാരാണ്? തോമസ് ഹാർവേ ബേബർ ആണ്. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ തലശ്ശേരി സബ് കളക്ടറും ആര് തന്നെയാണ്? തോമസ് ഹാർവേ ബേബർ ആണ്. ഇപ്പം രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരാണ്? തോമസ് ഹാർവേ ബേബർ ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത അല്ലെങ്കിൽ NW1 ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ഏതാണെന്നാണ്, ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അലഹബാദ് ഹാൽഡിയ, സാദിയ ധൂബ്രി, കാക്കനഡ പുതുച്ചേരി, കൊല്ലം കോഴിക്കോട്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയപാതയായ NW1 എന്തിനെയൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത്? അലഹബാദിനെയും ഹാൽഡിയയുമാണ്. എന്തിനെയാണ്? അലഹബാദിനെയും ഹാൽഡിയയുമാണ്. ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപീകൃതമായ തീയതി ചോദിച്ചാൽ 1986 ഒക്ടോബർ 27 എന്താണ്? ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപീകൃതമായ തീയതി എന്നാണ്?
1986 ഒക്ടോബർ 27-നാണ്. പശ്ചിമ തീര കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 3 അല്ലെങ്കിൽ NW3 ആണ് എങ്ങനെ അറിയപ്പെടുന്നത്. പശ്ചിമ തീര കനാൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? ദേശീയ ജലപാത 3 അല്ലെങ്കിൽ NW3 ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരെല്ലാം? എന്താണ് ചോദ്യം? സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത് ആരെല്ലാമാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ നോക്കാം. CR ദാസും ജവഹർലാൽ നെഹ്റുവും. അടുത്തതോ CR ദാസും മോത്തിലാൽ നെഹ്റുവും. മോത്തിലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസ്, മോത്തിലാൽ നെഹ്റുവും ചന്ദ്രശേഖർ ആസാദും. ഇവരിൽ ആരൊക്കെയാണ് സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവരെന്ന് ചോദിച്ചാൽ അത് CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ്. സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ്. സ്വരാജ് പാർട്ടി നിലവിൽ വരാൻ കാരണമായ കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാൽ ഗയാ സമ്മേളനമാണ്. 1922-ലാണ്. 1922-ലെ ഗയാ സമ്മേളനമാണ് സ്വരാജ് പാർട്ടി നിലവിൽ വരാൻ കാരണമായ കോൺഗ്രസ് സമ്മേളനം. സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി ചോദിച്ചാൽ മോത്തിലാൽ നെഹ്റു ആണ്. ആരാണ് സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി? മോത്തിലാൽ നെഹ്റു ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി. എന്തിനെയാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി നോക്കാം. 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണോ? 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ, 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ, 14.09 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇതിനകത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതിയാണ് ചോദിച്ചത്. 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. എത്രയാണ്? 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണേത്? വാർട്ടൺ ഗർത്തം. ഏതാണ്? വാർട്ടൺ ഗർത്തം എന്നതാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. ഇതിന്റെ ആഴം എന്ന് പറയുന്നത് 7725 മീറ്റർ ആണ്. അല്ലെങ്കിൽ എത്രയാണ്? 7.725 കിലോമീറ്റർ ആണ്. അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ചോദിച്ചാൽ വാർട്ടൺ ഗർത്തമാണ്. ആഴം എത്രയാണ്? 7725 മീറ്റർ ആണ്. പസഫിക് സമുദ്രത്തിന്റെ ആകെ വിസ്തൃതി ചോദിച്ചാലോ? 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. എന്താണ്? പസഫിക് സമുദ്രത്തിന്റെ ആകെ വിസ്തൃതി ചോദിച്ചാൽ 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. എത്രയാണ്? 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് പസഫിക് സമുദ്രത്തിന്റെ ആകെ വിസ്തൃതി. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആകെ വിസ്തൃതി ചോദിച്ചാലോ? 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. എത്രയാണ്? 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആകെ വിസ്തൃതി. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാരതീയ വനിത. എങ്ങനെയാണ്? അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാരതീയ വനിത ആരാണെന്നാണ് ചോദ്യം. ടെസ്സി തോമസ്, PT ഉഷ, ഡോക്ടർ ജാൻസി ജെയിംസ്, ജെനി ജെറോം. ഇതിനകത്ത് അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാരതീയ വനിത ആരാണ്? ടെസ്സി തോമസ് ആണ്. ആരാണ്? ടെസ്സി തോമസ് ആണ്. റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതോ? ഋതു കരുതൽ ശ്രീവാസ്തവയാണ്. എന്താണ്? റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഋതു കരുതൽ ശ്രീവാസ്തവയാണ്. അതുപോലെ തന്നെ ഓർത്തു വെക്കുക, ചന്ദ്രയാൻ 2ന്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു? മുത്തയ്യ വനിതയുമായിരുന്നു. ആരാണ്? മുത്തയ്യ വനിതയുമാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം ഏതാണെന്ന്. മലനാടാണോ, ഇടനാടാണോ, മരുപ്രദേശമാണോ, തീരപ്രദേശമാണോ? അതിൽ നിന്ന് നമുക്ക് കിട്ടും ഏതാണ് കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം തന്നിട്ടുള്ളതിൽ ഏതാണ്? മരുപ്രദേശമാണ്. കാരണം എന്താണ്? കേരളത്തിൽ മരുഭൂമികളില്ല. കേരളത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഭൂവിഭാഗമാണ് ഏത്? മലനാട്. അപ്പം മലനാട് എവിടെയാണ് കാണപ്പെടുന്നത്? കേരളത്തിന്റെ കിഴക്കൻ ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. കേരളത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഭൂവിഭാഗമാണ് ഏത്? മലനാട്. കേരളത്തിൽ ഏറ്റവും അധികം വിള വൈവിധ്യമുള്ള പ്രദേശം ചോദിച്ചാൽ ഇടനാടുമാണ്. അപ്പൊ കേരളത്തിൽ ഏറ്റവും അധികം വിള വൈവിധ്യമുള്ള പ്രദേശം ഏതാണ്? അത് ഇടനാടുമാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചേരി ചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം ഏത് പ്രസ്ഥാനമാണ്? ചേരി ചേരാ പ്രസ്ഥാനം. ബെൽഗ്രേഡ് സമ്മേളനം, ബെന്തൂങ് സമ്മേളനം,
വെനസ്വേല സമ്മേളനം, ലാഹോർ സമ്മേളനം. ഇതിനകത്ത് ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ്? ബെന്തൂങ് സമ്മേളനമാണ്. ഏതാണ്? ബെന്തൂങ് സമ്മേളനമാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ബെൽഗ്രേഡിലാണ്. 1961 ഇപ്പൊ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ബെൽഗ്രേഡിലാണ്. 1961. അതുപോലെ തന്നെ ധാരാളം മതങ്ങളുള്ള ഇന്ത്യയിലെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ഇങ്ങനെ പറഞ്ഞതാരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ഇപ്പൊ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് ബെൽഗ്രേഡിലാണ്. 1961. അതുപോലെ തന്നെ എന്താണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്? ധാരാളം മതങ്ങളുള്ള ഇന്ത്യയിലെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സമീപകാലത്ത് വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ എന്താണ്? വാമൊഴിയിൽ നിന്ന് എങ്ങോട്ടാണ്? വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ ഏതാണ്? ഓപ്ഷൻ നോക്കാം. തുളു, കൊങ്കിണി, ബ്യാരി, കന്നഡ. ഏതൊക്കെയാണ്? തുളു, കൊങ്കിണി, ബ്യാരി, കന്നഡ. ഇപ്പൊ സമീപകാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷയാണ് ഏത്? ബ്യാരി ഭാഷ. ഏതാണ്? ബ്യാരി ഭാഷ. കാസർഗോഡ് ജില്ലയിലെ പ്രധാന ഭാഷകളാണ് തുളുവും ബ്യാരിയും. അപ്പൊ തുളുവും ബ്യാരിയും ഒക്കെ സംസാരിക്കുന്നത് ഏത് ജില്ലക്കാരാണ്? കാസർഗോഡ് ജില്ലക്കാരാണ്. കേരളത്തിൽ തുളു അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ മലപ്പുറത്തെ മഞ്ചേശ്വരമാണ്. അപ്പൊ കാസർഗോഡ് ജില്ലയിലെ പ്രധാന ഭാഷകൾ തുളു, ബ്യാരി എന്നിവയാണെങ്കിലും കേരളത്തിൽ തുളു അക്കാഡമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? മഞ്ചേശ്വരമാണ്. ഇനി നിങ്ങൾക്ക് കമന്റ് ഇടാനുള്ള ഒരു ചോദ്യമാണ്, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല, നിലവിലെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? പാലക്കാടാണോ, കോഴിക്കോടാണോ, ഇടുക്കിയാണോ, അതോ മലപ്പുറമാണോ? അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണെന്ന് നിങ്ങൾ എല്ലാവരും കമന്റ് ഇടുക.